പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്ന ദേവബാല ഇതേ തുടർന്ന് തൻ്റെ റിവഞ്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഡോക്ടറെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി തയ്യാറാകുന്ന അവൾ തനിക്കിപ്പോൾ അറിയേണ്ടത് ഈഷയുടെ പ്രഗ്നൻസിയെ കുറിച്ചാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് എന്തിനാണ് ഈഷയുടെ കാര്യങ്ങൾ നീ അറിയുന്നത് എന്നുള്ള ചോദ്യം ഡോക്ടർ ചോദിക്കുന്നു. ഇതോടെ എനിക്ക് അതേപറ്റി അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചോദിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. എനിക്ക് കാര്യങ്ങൾ അറിയണം ഡോക്ടർ. ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ പ്രഗ്നന്റ് തന്നെയാണ്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നും പറ്റുകയില്ല. നിങ്ങൾ അറിയേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതലൊന്നും ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് എൻ്റെ പേഷ്യൻറ്റിനെ കുറിച്ച് പറയാൻ സാധിക്കുകയില്ല. മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് നിരാശയോടെ പുറത്തേക്ക് ദേവബാല ഇറങ്ങുകയാണ്. പക്ഷേ ദേവബാലയുടെ മനസ്സിൽ പുതിയ തന്ത്രങ്ങളായിരുന്നു. ഇനി ഈ അവസരം ഉപയോഗിച്ച് വേണം അവളെ നാറ്റിക്കാൻ. അവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചിരിക്കുകയാണ്. ആ കാര്യം എല്ലാവരെയും അറിയിക്കണം. എന്നാൽ മാത്രമാണ് ഇനി ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞാൽ ആരാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന ചോദ്യം ബാക്കിയാകും. അതോടെ അവൾക്ക് സത്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ സാധിക്കുകയുമില്ല. നല്ലൊരു ടെക്നിക്കാണ് ഇത് എന്ന് വിചാരിച്ച് ഇതേ തുടർന്ന് സോഹനെ ചെന്ന് കാണുകയാണ് ദേവബാല. ദേവബാലയുടെ ഓഫീസിലേക്കുള്ള വരവ് സോഹനെ ഞെട്ടിച്ചിരിക്കുകയാണ്. മിഠായിയുമായി വരുന്ന ദേവബാല സ്വീറ്റ്സ് എടുക്ക് സോഹൻ എന്ന് പറയുന്നു. ഇതോടെ എന്താണ് ദേവബാല, കഴിഞ്ഞ വട്ടം വന്നതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ ഇപ്പോഴും വന്നിരിക്കുന്നത്? അല്ല സോഹൻ, ഞാനൊരു ശുഭവാർത്ത അറിഞ്ഞതിനെ തുടർന്ന് അതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. എന്ത് എന്ത് ശുഭവാർത്തയാണ് നീ അറിഞ്ഞത്? ഇഷ മേഡം പ്രഗ്നന്റ് ആണ്. ആ സന്തോഷം അറിഞ്ഞതിനെ തുടർന്നാണ് സ്വീറ്റ്സുമായി ഞാൻ ഇവിടേക്ക് വന്നത്. ഓഫീസിലുള്ള എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കണം കേട്ടോ. എന്ത്, ഇഷ മേഡം പ്രഗ്നന്റോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഇവിടെയുള്ള ആരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഇപ്പോൾ വരുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. ആ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഇഷയും ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അറിഞ്ഞ കാര്യമാണ്. 100% വിശ്വസിക്കാം. ധൈര്യമായി ഈ സ്വീറ്റ്സ് മുഴുവൻ കൊണ്ടുപോയി കൊടുത്തോളൂ. ഇത് കേട്ടതിനെ തുടർന്ന് സോഹൻ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എൻ്റെ തലയിലാകുമല്ലോ. ദേവബാലയുടെ അസുഖത്തിന്റെ കാര്യവും മറക്കാൻ സാധിക്കുകയില്ല. അവൾ ഒരു പക്ഷേ വല്ല ഭ്രാന്ത് വിളിച്ചു പറഞ്ഞതേക്കാം. പക്ഷേ അവൾ ഈ കാര്യം വന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കുകയില്ല. എന്തോ ഇതിന് പിന്നിലുണ്ട്. അത് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്ന സോഹൻ ഫോൺ ചെയ്തിരിക്കുകയാണ് അഭിഷേകിനെ. ഇതോടെ അഭിഷേക് ഫോൺ എടുക്കുകയും, എന്താ സോഹൻ, പെട്ടെന്ന് എന്തു പറ്റി വിളിക്കാൻ? എടാ, ഞാനൊരു കാര്യം അറിഞ്ഞു. ദേവബാല വന്നിട്ടുണ്ടായിരുന്നു ഓഫീസിലേക്ക്. ഓ, അവള് വീണ്ടും വന്നോ? ഇപ്രാവശ്യം എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്? അവൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം കേട്ട് എനിക്ക് മടുത്തു കഴിഞ്ഞു. എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പോലും അറിയാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. എടാ, അവൾ എന്നോട് വന്ന് പറയുകയാ ഇഷ പ്രഗ്നന്റ് ആണ് എന്ന്. ആ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി എനിക്ക് സ്വീറ്റ്സും തന്നു. ഇത് കേട്ട അഭിഷേക് ഞെട്ടിപ്പോവുകയാണ്. എന്ത്, അവൾ എങ്ങനെ ഇത് കാര്യം അറിഞ്ഞു? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഈ കാര്യം ഇവിടെയുള്ള ആരും അറിഞ്ഞിട്ടില്ല. ഇനി അവൾ പ്രഗ്നന്റ് തന്നെയാണോ? ഇഷ മേഡം പ്രഗ്നന്റ് ആണോ? ആ കാര്യം നിനക്കറിയാമോ? സത്യം നീ പറയണം എന്നോട്. ഇത് കേൾക്കുന്ന അഭിഷേക് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുകയും, സോഹ, എനിക്കൊരു രഹസ്യം നിന്നോട് പറയാനുണ്ട്. നീ എന്തായാലും നേരിട്ട് വാ, എന്നെ കാണ്, അപ്പോൾ ഞാൻ പറയാം.
ഇതോടെ ഉടൻ തന്നെ അഭിഷേകിനെ കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് സോഹൻ. എന്താടാ, എന്തെങ്കിലും രഹസ്യം നീ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടോ? എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ. ഇതോടെ സോഹ, നീ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പ്രതികരിക്കാൻ. എടുത്തുചാടി എന്നോട് ഒന്നും തന്നെ പറയരുത്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഓ, ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്നും നിന്റെ കൂടെ നിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധൈര്യമായി എന്നെ വിശ്വസിക്കാം. യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. പറ, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? എടാ, ഇഷ പ്രഗ്നന്റ് ആണ്. ഇഷയുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞ് തന്നെയാണ്. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സോഹൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.